ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ ശക്തമായി വ്യക്തമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവസാനം നാം കേട്ടത് ലൂക്കോസ് 6:23-26 നിന്നും കള്ളപ്രവാചകൻ എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്നു, സത്യപ്രവാചകൻ എന്ത് ചെയ്യും? ത്യജിക്കപ്പെടും. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വേറിട്ട പ്രവാചകനെ കുറിച്ച്. അദ്ദേഹം കള്ളപ്രവാചകനാണെന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം അദ്ദേഹം സത്യപ്രവാചകനെ പോലെ ദൈവം അയച്ചപ്പോൾ ഉടനെ പോയി ദൂത് പറഞ്ഞ ആളുമല്ല. ഒരു ചെറിയ മൽപ്പിടുത്തം നടത്തിയ ഒരു പ്രവാചകനാണ്. ആരാണെന്ന് മനസ്സിലായോ? ബൈബിളിലെ പ്രവാചകന്മാരിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവാചകൻ. ദൈവം പറയുകയാണ്, നീ പോയി നിനവയിൽ പോയി എൻ്റെ ദൂത് പറയാമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടിപ്പോയെങ്കിലും ഒടിച്ചു മടക്കി ദൈവം മടക്കി കൊണ്ടുവന്നപ്പോൾ കറക്റ്റ് ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോൾ വലിയ റിജക്ഷൻ ഒന്നും ഉണ്ടായില്ല. മൃഗങ്ങൾ തൊട്ട് രാജാവ് വരെ എല്ലാവരും ദൂത് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. വെരി ഡിഫറെന്റ് പ്രോഫിറ്റ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ, എന്താണ് ഇങ്ങനൊരു പ്രവാചകനെ ബൈബിളിൽ നമുക്ക് തന്നിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത്, നമ്മളിൽ പലർക്കും സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യം അറിയാമോ? അറിയാം. പക്ഷേ ഒരു ഹെസിറ്റന്റ് പ്രോഫറ്റ്, ഒരു വൈമനസ്യം കാണിക്കുന്ന പ്രവാചകൻ. യോന ഇങ്ങനെ വൈമനസ്യം കാണിക്കാൻ കാരണം എന്താ? മുൻപേ നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഒരു ഫിയർ ആകാം, ഭയം. എന്താ? 1:2 പറയുന്നത്, നിനവെ എന്ന മഹാനഗരത്തിൽ, ഗ്രേറ്റ് സിറ്റിയിൽ പോയി. ഒരു വലിയ പേരോ പ്രശസ്തിയോ പ്രസക്തിയോ ഇല്ലാത്ത ഉത്തര രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്ന യോനായ്ക്ക് വലിയ പട്ടണത്തിൽ പോയി ദൂത് പറയാൻ ഒരു ഭയം എന്തേലും ഉണ്ടായേക്കാം. മേ ബി ബിക്കോസ് ഓഫ് ഫിയർ. അത് മാത്രമല്ല, തൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രൈഡുള്ള, എന്ന് പറഞ്ഞാൽ യെരോബിയാം 2 കാലഘട്ടത്തിൽ 1 രാജാക്കന്മാർ 14 വായിക്കുമ്പോൾ രാജ്യം പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് തടസ്സം ലോക രാജ്യങ്ങളിലേക്ക് തുറിച്ചു നോക്കിയാൽ ഒറ്റ രാജ്യമേ ഉള്ളു. നിനവയെ തലസ്ഥാനമാക്കിയിരിക്കുന്ന അശൂർ ശക്തിയെ ഇസ്രയേലിന്റെ ഇന്നത്തെ മുന്നേറ്റത്തെ തടയാൻ പറ്റത്തുള്ളു. തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം നിമിത്തമായിരിക്കാം തൻ്റെ രാജ്യത്തിൻ്റെ നേരെ എതിർ നിൽക്കുന്ന ഒരു ശത്രുവാണ് ഇത് എന്ന് മനസ്സിലാക്കിയാകാം താൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയത്. ഇന്ന് 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. പക്ഷെ 4-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് യോന ദൂതുമായി പോകാഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം നാം കാണുന്നത്. 4-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്, വൈ ഡിഡ് ജോന നോട്ട് ഗോ വിത്ത് ദ മെസ്സേജ്? കറക്റ്റ് മെസ്സേജ്, കറക്റ്റ് ലൊക്കേഷൻ ഉൾപ്പെടെ ദൈവം തന്നിട്ട് അയച്ചിട്ടും യോന പോകാൻ മടിച്ചത് എന്തുകൊണ്ടാ? 4:2 വായിച്ചേ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. എന്തുകൊണ്ടാണ് പോകാൻ യോന? എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? എന്തുകൊണ്ടാണ് ദൂത് പറയാൻ മടിച്ചത്? വിചിത്രമായി നമുക്ക് തോന്നും. ഞാൻ അവിടെ ചെന്ന് ദൂത് പറയും. ദൂത് പറയുമ്പോൾ അവർ ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ മാനസാന്തരപ്പെടുമ്പോൾ ദൈവമേ, അവിടുത്തെ സ്വഭാവം എനിക്കറിയാം. വലിയ പ്രസ്താവനയാ. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ സ്വഭാവ വൈഭവത്തെ താൻ അങ്ങ് നീട്ടി പറയുക. നീ കരുണയും മഹാദയുള്ള ദൈവമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കായി കാര്യങ്ങൾ അറിയാം. പക്ഷെ ഈ അക്കാഡമിക്കായി അറിയുന്ന ദൈവത്തിന്റെ സ്വഭാവവും യോനയുമായിട്ട് ഒരു ബന്ധവുമില്ല. അക്കാഡമിക്കായിട്ട് ദൈവം കരുണയുള്ളവനാണ്, ദയവുള്ളവനാണ്, ദൈവം തള്ളിക്കളയാത്തവനാണ്. നമുക്ക് വേണം പ്രസംഗിക്കാം, ഇവിടെ ആർക്ക് മൈക്ക് കൊടുത്താലും ദൈവം സെക്കൻഡ് ചാൻസ് നൽകുന്ന ദൈവമാണ്. ആരെഴുതി തള്ളിയാലും ദൈവം എഴുതി തള്ളത്തില്ല. ആർക്കും വേണ്ടാത്തിന് ദൈവത്തിന് വേണം. നമ്മുടെ മകൾ പറഞ്ഞതുപോലെ നമ്മുടെ ലിമിറ്റേഷൻസിനപ്പുറം പ്രവർത്തിക്കുന്ന ദൈവമാ. ഇതെല്ലാം നമുക്കറിയാം.
അക്കാഡമിക്കലി വി നോ തിങ്സ്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദൈവ സ്വഭാവം, നാടൻ ഭാഷയെ പറഞ്ഞാൽ പലപ്പോഴും തൊട്ട് തെറിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വചനം ധ്യാനിക്കുന്നത്, ഇത്രമാത്രം ഐശ്വര്യമായി ദൈവവചനം കേൾക്കുന്ന സഭയിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ വന്നിരിക്കുന്നത്? ഇത് അക്കാഡമിക്കായിട്ട് അറിയാൻ വേണ്ടിയല്ല, ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം കൊണ്ടുവന്ന് നമ്മുടെ സ്വഭാവവും നമ്മുടെ ഭാവവും നമ്മുടെ പ്രതികരണവും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് സാമ്യമുള്ളതായി മാറുവാനാണ്. അക്കാഡമിക്കായിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്തില്ല? പ്രയോജനമില്ല. നമ്മൾ പലപ്പോഴും നമ്മുടേതായ സ്വാർത്ഥമായ വ്യക്തിപരമായ താല്പര്യങ്ങളിലും വേദനകളിലും നമ്മുടേതായ ആഗ്രഹങ്ങളിൽ പരിമിതപ്പെട്ട് ദൈവഹൃദയത്തിന്റെ വേദന നമ്മൾ തിരിച്ചറിയാതെ പോകുകയാണ്. ഓരോ വർഷവും തള്ളി നീക്കുകയാണ്. എന്തിനായിരുന്നു 2024 ജീവിച്ചത്? ആ 12 മാസവും 365 ദിവസം എന്താ ചെയ്തത്? നമ്മുടേതായ കുറെ കാര്യങ്ങൾ, നമ്മുടേതായ ജീവിതവും കുടുംബവും തലമുറയും നമ്മുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടപ്പാക്കാനുള്ള തത്രപ്പാട്. എന്തേലും നടന്നോ? നിങ്ങളിൽ പലർ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, വേണേ ഇപ്പോഴും പറയും, പലതും നടന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആഹ്വാനം നൽകാനുള്ളത് ഒരു വലിയ ദൗത്യത്തിലേക്കാണ്. ദൈവം നമ്മളെ കാലഘട്ടത്തിൽ എന്തിന് കണ്ടു എന്ന് അക്കാഡമിക്കായിട്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാൽ പോരാ, അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി വരണം. പണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ? സ്വർഗവും നരകവും തമ്മിലുള്ള ദൂരം എത്ര ഉണ്ട്? ഒരു മിടുക്കൻ കിലോമീറ്ററൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗവും നരകത്തിന് തമ്മിൽ ദൂരം എത്രയാണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഹെഡ് ആൻഡ് യുവർ ഹാർട്ട്. അക്കാഡമിക്കായി വചനത്തിലെ സത്യങ്ങൾ, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താന്ന് അക്കാഡമിക്കായിട്ട് അറിഞ്ഞാൽ കാര്യം പ്രയോജനമില്ല. ബൈബിൾ പണ്ഡിതനായി നമുക്ക് നരകത്തിൽ പോകാം. പക്ഷെ ഈ അറിയുന്ന സത്യങ്ങൾ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. 4-ാം അധ്യായം 5-ാം വാക്യം മുതൽ നിർത്തി വായിക്കണം. പ്രധാന ഒരു ദൂതാണ്. നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ കൂടെ വരണം. 4-ാം അധ്യായം 5-ാം വാക്യം, യോനയുടെ പുസ്തകം. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കും എന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. യോന ദൂത് പറഞ്ഞിട്ട് ദൂതിനുണ്ടായ പ്രതികരണത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞ് വീട്ടിൽ പോകുകയല്ല. ദൂതിനുണ്ടായ പ്രതികരണം ഞാൻ പറയണ്ട, ദൂതും പറയണ്ട. ദൂതും വളരെ വിചിത്രമാണ്. എന്താ ദൂത്? 3-ാം അധ്യായം 4-ാം വാക്യം, പട്ടണത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൂത് പറയുകയാണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ 40 days and Nineveh will be 40 ദിവസം എന്ത് സംഭവിക്കാൻ പോകുക? എന്തുകൊണ്ടാ നശിക്കുന്നതെന്ന് പറയുന്നില്ല, നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല, നീയൊക്കെ നശിക്കും. ഇതാ ദൂത്. ഇങ്ങനെ അങ്ങ് ദൈവത്തോടുള്ള ആത്മാർത്ഥത കൂടിയിട്ടല്ല അങ്ങനെ ദൂത് പറഞ്ഞത്. ഇവന്മാർ ഗുണപ്പെടരുതെന്ന് ചിന്തിച്ചാണ് അങ്ങനെ ദൂത് പറഞ്ഞത്. അവസാനം ഇവർ ഉപവസിച്ച് ഗുണപ്പെട്ടെന്ന് കണ്ടപ്പോൾ സഹിക്കുന്നില്ല, പട്ടണത്തിന്റെ കിഴക്ക് പോയി നോക്കിയിരിക്കുക. എന്ത് ചെയ്തു? ഒരു കുടില് പണിഞ്ഞിട്ട് വെയിറ്റിംഗ്. എന്താ? കാത്തിരിപ്പ് യോഗോ? എന്തിനുള്ള കാത്തിരിപ്പ് യോഗോ? യുവമാരൊക്കെ സോതോം ഗോമാരെ പോലെ ഗന്ധവും തീയും വന്ന് ഇതെപ്പോഴാ ഭസ്മമാകുന്നതെന്ന് നോക്കിയിരിക്കുക. ശരിക്കും ദൂത് എന്തിനാ പറഞ്ഞത്? പലപ്പോഴും നമ്മളും പലരെയും തിരുത്തുമ്പോൾ ഏത് മനോഭാവത്തിലാണ് പറയുന്നത് കൂടെ ചിന്തിക്കണം. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, കുടില്. ആ വാക്ക് നിങ്ങൾ കണ്ടോ? സുഖ എന്ന വാക്ക കുടില് എന്ന് പറഞ്ഞാൽ, യോന പ്രവാചകനില്ലേ, കുടില് പണിയാൻ എവിടുന്ന് പഠിച്ചു? ഈ കുടിലെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സെറ്റപ്പ് ഒന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. ബൂത്ത്സ് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ. ഇത് എല്ലാ ഇസ്രയേലിനും പണിയാൻ അറിയാം. കാരണം ലേവ്യ പുസ്തകത്തിൽ ദൈവം പറഞ്ഞ നിബന്ധനയും നിയമവും അനുസരിച്ച് എല്ലാ വർഷവും 7 ദിവസം ഇസ്രയേൽ മക്കൾ ഏത് നാട്ടിൽ പാർത്താലും അവർ യെരുശലേമിൽ വന്ന് കൂടാര പെരുന്നാളിൽ
കുടില് പണിത് താമസിക്കും. എന്തിനാണ്? സ്വന്തം വീട് ഗ്രാനൈറ്റ് ഇട്ട വീടായിരിക്കാം, വലിയ മണിമാളികയായിരിക്കാം. പക്ഷെ വർഷത്തിൽ 7 ദിവസം ഇവർ വന്ന് കുടിൽ പാർത്ത് അവർ ഓർക്കുന്നത് കുടില് പണിയുക. എന്നിട്ട് അവർ ഓർക്കുന്നത് എന്താ? ഞങ്ങളുടെ പിതാക്കന്മാർ 40 ആണ്ട് വിടുതൽ അനുഭവിച്ചിട്ട് ദൈവകരത്തിന്റെ വല്ലഭത്വത്താൽ അവർ മിസ്രയം വിട്ട് കുടിലുകളിൽ, ബൂത്തുകളിൽ, ടെന്റുകളിൽ പാർത്ത് ദൈവിക വിടുതൽ അനുഭവിച്ചത് അവർ അയവിറക്കുകയാണ്. അതേ വാക്കാണ് കുടിൽ എന്ന് പറയുമ്പോൾ, ഷെൽട്ടർ എന്ന് പറയുമ്പോൾ, ദ വെരി സെയിം വേർഡ്. അതിലെ വിരോധാഭാസം ഒന്ന് നോക്കിയേ, കോൺട്രഡിക്ഷൻ ഒന്ന് നോക്കിയേ. എന്തിനാണ് കുടിൽ പണിയുന്നത്? അടിമ വീട്ടിൽ നിന്ന് ആർക്കും വേണ്ടാത്തതിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതിന്റെ ഓർമ്മയാണ്, വിടുതലിന്റെ ഓർമ്മയാണ് കുടില്. ഇവിടെ ഒരു പ്രവാചകൻ കുടില് പണിയുന്നത് വിടുതൽ കാണാൻ വേണ്ടിയല്ല, പട്ടണത്തിന്റെ നാശം കാണാൻ വേണ്ടി ഒരു കുടില് പണിഞ്ഞിട്ടിരിക്കുക. വാട്ട് എ കോൺട്രഡിക്ഷൻ! കുടില് പണിഞ്ഞ് വെയിറ്റിംഗ്. വാട്ട് വുഡ് ഹാപ്പൻ ടു ദ സിറ്റി? എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞ ദൂത് എറിച്ചോ? നോക്കിയേ, ഇവിടെ ദൈവത്തെക്കാൾ വലുതും ദൂതിനേക്കാൾ വലുതും എൻ്റെ വ്യക്തിത്വമാ. ഞാൻ പറഞ്ഞതുപോലെ നടക്കണം. നടന്നില്ലേ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നടത്തിയേ പറ്റൂ. അപ്പൊ ദൂത് പറയണ്ട. നമ്മുടെ ജീവിതത്തിലെയും പലരുടെയും പിടിവാശി എന്താ? ഞാൻ പറയുന്ന പോലൊക്കെ. പല വീട്ടിലെയും പ്രശ്നം അതല്ലേ. രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് പോലെ, ഞാൻ പിടിച്ച മുയലിനാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ യോന പറയണം, ഞാൻ ദൂത് പറഞ്ഞു, അത് നടന്ന് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന്. 5-ാം വാക്യം നമ്മൾ വായിച്ചു. ഞാൻ വേഗം മുൻപോട്ട് പോകുകയാണ്. 6-ാം വാക്യം. യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. എല്ലാവരും ശ്രദ്ധിക്കണേ. യോനായുടെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലായി. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് യോനായോട് ഒരു വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ? എന്തോ ഒരു പ്രവാചകനാ, ഒരു സ്വഭാവ രൂപീകരണം ഇല്ലാത്ത, ദൈവത്തിന്റെ മനസ്സോ സ്വഭാവമോ ഹൃദയത്തിലെ ആ മനസ്സിലോ ഒന്നുമില്ല, കണ്ണിച്ചോരയില്ലാത്ത ഒരു പ്രവാചകൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നിനവേക്കാരാരാണെന്ന് പഠിച്ചാൽ നമുക്ക് യോനായോട് സഹതാപം തോന്നും ആക്ച്വലി. പക്ഷെ എൻ്റെ ഇന്നത്തെ വിഷയം അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നിനവേക്കാരെ പോലെ ക്രൂരന്മാരാരുമില്ല. അവർ കൊന്ന ശത്രുക്കളുടെ അസ്ഥികൂടങ്ങൾ അവരുടെ വീടിന്റെ ചുറ്റും മതിലായി പണിയുന്നവരായിരുന്നു, തലയോട്ടികൾ. അതുപോലത്തെ ക്രൂര രക്തദാഹികൾ എന്നാണ് നാഹൂം 3:2 പറയുന്നത്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തു തന്നെ ആയിരുന്നാലും യോനായുടെ മനോഭാവം ദൈവത്തിന്റെ മനോഭാവമായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവ സ്വഭാവത്തിന് ചേരാത്ത ഐറ്റമാണ് യോനയുടെ ഉള്ളിൽ. എന്നിട്ട് പോലും അവന്റെ സങ്കടത്തിൽ അവനെ ദൈവം ഓർക്കുകയാ. God's mercy and compassion is not dependent on our performance. ദൈവത്തിന്റെ മനസ്സലിവ് യോനയുടെ സ്വഭാവ വൈഭവമോ വൈശിഷ്ട്യത്തിലോ അല്ല. ദൈവത്തിന്റെ മനസ്സലിവ് അവന്റെ അവസ്ഥ കണ്ട്, അവൻ ഉണ്ടാക്കിയ കുടിൽ അവനെ തണലായി സംരക്ഷിക്കുവാൻ പര്യാപ്തമല്ലാതെ വന്ന് വെയില് തൻ്റെ ഉച്ചിക്ക് ആഞ്ഞടിക്കുമ്പോൾ ദൈവം അവന്റെ സങ്കടത്തിൽ ഓർത്ത് അവന് വേണ്ടി ഒരു കരുതൽ ഒരുക്കുകയാണ്. ദൈവം അവന്റെ സങ്കടത്തിൽ ഓർത്ത് എന്ത് ചെയ്തു? ഒരു ആവണക്കിനെ അവിടെ നിൽക്കണം. യോന പണിതെന്താ? ഒരു കുടില. ദൈവം കൽപ്പിച്ചതെന്താ? ഇവിടെ എല്ലാവരും എന്നെ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ആ വാക്യത്തിൽ നിന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന കരുതലുകൾക്കെല്ലാം പരിമിതിയുണ്ട്, അപൂർണതകളുണ്ട്. നമ്മൾ എന്തൊക്കെ തട്ടിക്കൂട്ടിയാലും ഉഷ്ണം കൂടുമ്പോൾ, വെയിലിന്റെ താപം വർദ്ധിക്കുമ്പോൾ നമ്മുടെ കുടിലുകളെല്ലാം പര്യാപ്തമല്ലാതെ തീരും. പക്ഷെ ദൈവം ഒരുക്കുന്ന കരുതലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യത്തുള്ളൂ.
നമ്മൾ കൂട്ടിവെച്ച ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ല, നമ്മുടെ ഭൗതികത്തിന്റെ മേന്മയല്ല, നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലമല്ല. നമ്മൾ കെട്ടുന്ന കുടിലെല്ലാം ഉടഞ്ഞ് തകർന്ന് താഴെ വീഴും. ദൈവം തരുന്ന കരുതലിന് എന്തെങ്കിലും പ്രൊട്ടക്ഷനോ സേഫ്റ്റിയോ ഒരു സംരക്ഷണമോ നൽകാൻ കഴിയത്തുള്ളൂ. യോനയുടെ കുടിലും ദൈവത്തിന്റെ ആവണക്കും തമ്മിൽ നോക്കിയാൽ യോനയുടെ കുടിൽ ഒന്നിനും കൊള്ളത്തില്ല. ആവണക്കിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പക്ഷെ ഉള്ളതുവരെ അതിലൊരു പ്രത്യേക സംരക്ഷണമുണ്ട്. അവിടെ ഒരു വാക്കെടുത്ത് എനിക്ക് പറയാനുള്ളത്, ദൈവം ഒരു ആവണക്കിന് എന്ത് ചെയ്തു? കൽപ്പിച്ചാക്കി. ആ ഇംഗ്ലീഷ് പദമാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം. ഗോഡ് അപ്പോയിന്റഡ്. ഈ പുസ്തകത്തിൽ 3 കാര്യങ്ങളുണ്ട് ദൈവം അപ്പോയിന്റ് ചെയ്യുന്നത്. 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ പോയ യോനായെ നമുക്കറിയാം. ആ മത്സ്യം അങ്ങനെ യോനായെ ഏറ്റെടുക്കാൻ കാരണം എന്താ? ആ മഹാസമുദ്രത്തിൽ ഒത്തിരി മത്സ്യമില്ലേ? ദൈവം ആ മത്സ്യത്തെ അതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്തു. ഇവിടെ യോനായെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൈവം ഒരു ആവണക്കിനെ അപ്പോയിന്റ്. ആ വാക്ക് ഞാൻ വ്യാഖ്യാനിക്കാൻ സമയമെടുക്കുന്നില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിലാണ് ചലിക്കുന്നത്. There is no maverick molecule out of control in the universe. ദൈവത്തിന്റെ പ്രപഞ്ചത്തിലെ ഒരണു പോലും അതിന്റെ ദൈവം നിയമിച്ച ഗ്രഹണം വിട്ട് പദം വിട്ട് ചലിക്കുന്നില്ല. ദൈവത്തിന്റെ സർവാധിപത്യത്തിന് അധീനമാണ് എല്ലാ സൃഷ്ടികളും, എല്ലാ സസ്യങ്ങളും. ആവണക്കാകട്ടെ, പുഴുവാകട്ടെ, മത്സ്യമാകട്ടെ, ദൈവവാക്കിന് അപ്പുറമോ ഇപ്പുറമോ പോത്തില്ല. അനുസരിക്കാത്ത യോനായിരിക്കുന്ന പുസ്തകത്തിൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് അതേപടി ഏറ്റെടുക്കുന്ന സൃഷ്ടികൾ യോനയ്ക്കെതിരെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രേയറിൽ ഓർപ്പിച്ചതുപോലെ, ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ആജ്ഞയെ ലംഘിക്കുന്ന ഒരു സൃഷ്ടിയേ ഉള്ളത്. ആരാ? ബാക്കി എല്ലാ സൃഷ്ടികളും അവിടുന്ന് പറഞ്ഞ ഈ നക്ഷത്ര ഗ്രഹ പദങ്ങൾ, ഈ ഗംഗാ ഗാലക്സികൾ, കാണുന്ന പ്രപഞ്ചത്തിലെയും കാണാത്ത ഈ അത്ഭുത പ്രപഞ്ചത്തിലെ എല്ലാം ദൈവത്തിന്റെ വാക്കിനും അപ്പോയിന്റ്മെന്റിനും അനുസരിച്ച് ചലിക്കുമ്പോൾ ചലിക്കാത്തതെന്താ? വെറും മൺപൊടികളായ മനുഷ്യർ പറയുകയാണ്, ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് നടക്കുവോ? മനുഷ്യനാണ് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിനെ ലംഘിക്കുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഈ വാക്ക് നമുക്ക് തരുന്ന ദൂത് എന്താണെന്നറിയാമോ? Nothing happens outside the sovereignty of God. ദൈവത്തിന്റെ സർവാധിപത്യത്തിന്റെ പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അപ്പോയിന്റ് ചെയ്യാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചലിക്കുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഇതിൽ ഉറക്കണം. ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, നമ്മളെ പേർ ചൊല്ലി വിളിച്ച് സുവിശേഷത്താൽ നമ്മളെ വീണ്ടെടുത്ത് മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്പോയിന്റ് ചെയ്യാതെ, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. നത്തിങ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഗോഡ് ഈസ് ഇൻ പെർഫെക്റ്റ് കൺട്രോൾ. സർവാധിപത്യമുള്ള ദൈവമാണ് ഈ പ്രപഞ്ചത്തെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളുടെ ഗതിയെയും നിയന്ത്രിക്കുന്നത്. ഒരു മനുഷ്യന്റെ കരമല്ല, കാണാത്ത തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ അദൃശ്യ കരമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. മൈ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. എന്റെ ദൈവം സർവാധിപത്യമുള്ളവനാ. യോനയുടെ സങ്കടത്തിൽ എന്ന് പറഞ്ഞാൽ യോനയെ ദൈവം നന്നാക്കാനല്ല ദൈവം നോക്കുന്നത്. യോനയുടെ അവസ്ഥയിൽ യോനെ ഒന്ന് താങ്ങുകയാ. ഞാൻ പറയട്ടെ, ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ മനോഭാവം അനുസരിച്ച് ദൈവം നമ്മളോട് ഇടപെട്ടായിരുന്നെങ്കിൽ നാം ഒരുത്തൻ പോലും ഇവിടെ നിൽക്കത്തില്ല. ദൈവത്തിന്റെ കരുണയാണ്. ലാമെന്റേഷൻസ് 3:23 പറയുന്നത്, വിലാപങ്ങളുടെ പുസ്തകം പറയുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ഒന്ന് മാത്രമാ. ഇറ്റ് ഈസ് ദ mercy, the sheer mercy of God. നമ്മുടെ മനോഭാവങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഉള്ളിലിരിപ്പിനനുസരിച്ച് ദൈവം നമ്മളോട് ഇടപെട്ടായിരുന്നെങ്കിൽ ഞാനിവിടെ കാണത്തില്ല. ഇറ്റ് ഈസ് ദ mercy of God. ചെയ്യുകയില്ല അവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ.
പ്രതിഫലം അരുളുന്നിൽ അകൃത്യങ്ങൾ ഗണിച്ച് വാനം ഈ ഭൂമി മീതെ ഉയർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദയ അവിടുത്തെ ഭക്തന്മേൽ വലിയതാണ്. അതുകൊണ്ടാണ് ദൈവിക കരുണ നമ്മുടെ അനുസരണക്കേടിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത മനോഭാവങ്ങൾ നമുക്ക് അക്കാഡമിക്കായി വചനം അറിയാം, പക്ഷെ ആ വചനത്തിന് ചേരാത്ത പല ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ താലോലിച്ച് ആ ചിന്താഗതികൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ വീടും മക്കളെയും പലതിനെയും സെറ്റപ്പ് ചെയ്യാൻ നോക്കിയിട്ടും ദൈവം അവിടെയും നമ്മളെ തള്ളിക്കളയാഞ്ഞത് ഇറ്റ് ഈസ് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനസ്സലിവാണ്. 6-ാം വാക്യം പൂർത്തീകരിച്ചു വായിച്ചാലും, യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അത് അവന്റെ മീതെ വളർന്ന് പൊങ്ങി. യോന ആവണക്ക് നിമിത്തം ഗ്ലോറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ ഞായറാഴ്ചത്തെ സാക്ഷ്യമാണ്. ഇത്ര മഹത്വമുള്ള ഈ പദവിയെ ഈ പുഴുക്കൾക്ക് തൊമ്മി ഉപദേശി പാടിയ പദവി ഈ നമുക്ക് കിട്ടിയ ചടാക്ക് വണ്ടിയോ അതൊന്നുമല്ല. തൊമ്മി ഉപദേശി പാടിയത് രക്ഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് പാടിയത്. പക്ഷെ നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും ഒരു നല്ല സ്ഥാനത്ത് എത്തിയാൽ ഈ മഹത്വമായ ആ വണക്ക് എനിക്ക് കിട്ടാൻ ഒരു യോഗ്യതയുമില്ല. അത്യന്തം എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ കൈയടിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. അല്ലാത്തപ്പോ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ അടിക്കുന്ന ആൾ ഇപ്പൊ എന്താ നല്ല ഉഷാറായിട്ട് കൈയടിക്കുന്നു. മുഖത്തൊരു പ്രസന്നത, എന്തോ ഒരു തിളക്കം ഉണ്ടല്ലേ. ഫെയർ ആൻഡ് ലവ്ലി അല്ല, ആവണക്ക ഇങ്ങനെ ഉയർന്നു പൊങ്ങി തണലായപ്പോൾ ദൈവം മാനിച്ചു. ബ്രദറെ, നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവം തല ഉയർത്തി നടക്കുവാൻ ഇടയാക്കി. നമ്മുടെ ചർച്ചയിൽ എത്രയോ കുഞ്ഞുങ്ങൾ, അത് പറയത്തില്ല, നമ്മുടെ ഉള്ളിൽ അത് പറയുന്നത്, അവർക്ക് ആർക്കും ആ രാജ്യത്ത് പോകാൻ കഴിയാഞ്ഞപ്പോൾ എൻ്റെ മോനാണ് ആദ്യമായിട്ട് ഈ സഭയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക്. അതാണ് ആവണക്ക് കാണുമ്പോഴുള്ള. പിന്നെ ആഴ്ച ലഡു ഉണ്ട്. ബിരിയാണിയൊന്നും നമ്മൾ പിടിക്കത്തില്ല. ആഴ്ച ലഡു ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ആദ്യത്തെ ശമ്പളം ഒന്ന് വരട്ടെ പാസ്റ്ററെ. അപ്പോൾ ആ ആവണക്ക് കാണുന്നതിലുള്ള ഒരു കുതിപ്പ്, ഒരു ഉത്സാഹം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ഓരോ ആവണക്കിന്റെ താങ്ങ് പിടിച്ച് എത്ര നാള് നമ്മൾ ഉരുട്ടി നീക്കി ആവണക്കിൽ സന്തോഷിച്ച് അതിന്റെ മഹത്വം പാടി ഒരായുസ് തീർക്കാനല്ല NLAG നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലപ്പുറം കാര്യങ്ങളുണ്ട്. ആവണക്ക് നിയമിച്ചത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ മുന്നോട്ട് പോകുക. 7-ാം വാക്യം. പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. പിറ്റന്നാൾ പുലർന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ അടുത്ത ഞായറാഴ്ച വന്നപ്പോഴത്തേക്ക് മോഹമൊക്കെ വാടി. പിന്നെ എന്താ, കൈയൊന്നും പൊങ്ങുന്നില്ല അടിക്കാൻ. പിന്നെ തൊടയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ത് പറ്റി? ആവണക്ക് കൊത്തിക്കളയാൻ ഒരു പുഴു വന്നു. അവിടെ ഏറ്റവും ആദ്യം പറയാനുള്ളത്, യാദൃച്ഛികമായി പുഴു കയറി വന്നെന്നല്ല പറയുന്നത്. എന്താ? ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഗോഡ് അപ്പോയിന്റഡ് ദ വർം. നമ്മുടെ ആവണക്കിനെ കൊത്തിക്കളഞ്ഞത് പിശാചാണോ? പിശാചിനെയും ദൈവം ഉപയോഗിക്കുമെന്നാണ് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആരായാലും എങ്ങനെയായാലും അത് നഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ചലിക്കുന്നത് ആ പുഴുവിനെ കൽപ്പിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവശാസ്ത്രം വേറെയാ. യഹോവ തന്നു, പിശാച് എടുത്തു. ആർക്കാണ് മഹത്വം എന്ന് നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. യോബ് എന്താ പറഞ്ഞത്? യഹോവ തന്നു. ഈ സംഹാര താണ്ഡവത്തിന്റെ പിന്നിൽ വ്യാപരിച്ച പല കരങ്ങളുണ്ട്. പിശാചാണ് അനുവാദം ചോദിച്ച് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷെ വെളിപ്പാടുള്ള യോബിനറിയാം, ഒരു പിശാചിന്റെ ഒരു അസ്ത്രമെങ്കിലും, ഒരു പദ്ധതിയെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകണമെങ്കിൽ, പിശാച് ചെയ്ത എന്തെങ്കിലും ഫലിക്കണമെങ്കിൽ, ഉന്നതൻ അറിയാതെ വേലി കെട്ടിയ ഭക്തന്റെ ജീവിതത്തിൽ ഒരു തെരുവ് നായ പോലും ചിമങ്ങത്തില്ല.
ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഡെവിൾ ഇസ് ലൈക്ക് എ ഡോഗ് ഓൺ എ ലോങ് ലീഷ്. ഒരു നീണ്ട തുടലിൽ നിൽക്കുന്ന ഒരു നായ്ക്ക് തുല്യമാണ് നമ്മൾ പറയുന്നത്. ചിലർക്കൊക്കെ സാത്താന്റെ കാര്യം പറയുമ്പോഴാണ് ആരാധന വെളിപ്പെടും. ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും ക്രൂശിനെ കുറിച്ച് പറഞ്ഞാലും ആരാധിക്കാൻ ആർക്കും തോന്നുന്നില്ല. സാത്താന്റെ രണ്ട് കാര്യങ്ങൾ, പിശാചിന്റെ ചില പോരാട്ടങ്ങളും ചില വെല്ലുവിളികളും ചില അന്യായ ബന്ധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൈയടിക്കാത്തവർ പോലും ദൈവത്തെക്കാൾ പേടി ആരെയാ? പക്ഷെ പിശാചിനല്ല ക്രെഡിറ്റ്. പിശാച് ചലിക്കണമെങ്കിൽ അവിടുത്തെ അനുവാദമില്ലാതെ ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിക്കും പിശാചിനും ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ആരെയാ പേടിച്ച് ജീവിക്കുന്നത്? അത് തൊട്ടാ പേടി, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പേടി, പൂച്ച ചാടിയാൽ പേടി. അങ്ങനെ പേടിയുള്ള ബന്ധക്കോസുകാരെ എനിക്കറിയാം. എന്തൊരു പേടിയാണ്! മരിക്കുമെന്ന് പേടി, എല്ലാം പേടിയാ. കാരണം എന്താ? ദൈവം ആരാണെന്ന് വെളിപ്പാടില്ല. ആവണക്ക് നിയമിച്ച ദൈവം തന്നെയാണ് പുഴുവിനെ നിയമിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഭൗതിക നന്മകൾ അനുവദിച്ച ദൈവത്തിനു അത് എടുക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രയാസം തോന്നരുത്. ഈ ആവണക്കിന് വേണ്ടി യോന പ്രാർത്ഥിച്ചായിരുന്നു? 21 ദിവസം പിടിച്ചു വെച്ച്, എവിടാ പിടിക്കുന്ന പോലെ എനിക്ക് അറിയത്തില്ല. യോന പ്രാർത്ഥിക്കാതെ കിട്ടിയതാണ് ആവണക്ക്. നമ്മുടെ ജീവിതത്തിലും ആത്മീയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ അനുഭവിക്കുന്ന മിക്ക ഭൗതിക നന്മകളും, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ഭൗതിക നന്മയും ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാൻ ചോദിച്ചിട്ടല്ല, യാചിക്കാത്ത നന്മകളാണ് ഓരോ ദിവസവും വർഷിപ്പിച്ച് നമ്മളെ ഈ മരുഭൂമിയിൽ കൂടി ദൈവം ജയത്തോടെ നടത്തുന്നത് ഓർത്തൊന്ന് നന്ദി പറയാൻ കഴിയുമോ? നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ച പലതും കിട്ടിയില്ല. 2024 പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി ഇല്ലാതെ നമ്മൾ ഇവിടെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലൊന്ന് ചിന്തിച്ചേ ഉള്ളു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഉള്ളിൽ ആഗ്രഹിക്കാത്തതാണ് അതിനേക്കാൾ കൂടുതൽ. ആഗ്രഹിച്ച പലതും ചോദിച്ച പലതും കിട്ടിയില്ലെങ്കിലും ആഗ്രഹിക്കാത്തതും ചോദിക്കുന്നതുമായ എത്രയോ ഭൗതികമായ ഈ ലോകത്തിലെ നന്മകളാൽ നിറച്ച് ദൈവം നമ്മളെ നടത്തുമ്പോൾ ഈ ആവണക്കിൽ സന്തോഷിച്ച് മതിമറന്നു പോകാനല്ല. ഈ ആവണക്ക് നിയമിച്ച ദൈവം പുഴുവിനെ നിയമിച്ചാലും ഈ നന്മകളെ പിൻവലിച്ചാലും എനിക്കതിൽ ദൈവത്തിന്റെ കരം കണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. ദൈവം നിയമിച്ച ആവണക്ക് പിറ്റേന്ന് എന്ന് പറഞ്ഞാൽ all earthly goods are temporary. ഈ ഭൗതിക ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും താൽക്കാലികമാ. പിറ്റേന്നത്തേക്കുള്ള ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ജീവിതമാണ് മനുഷ്യ ജീവിതമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ കയറി വരുന്ന നന്മകളെല്ലാം ഈ ആയുസ് കൊണ്ട് തീരുന്നതാണ്. അതിലല്ല നമ്മുടെ പ്രത്യാശ, അതിലല്ല നമ്മുടെ ഫോക്കസ്, അതല്ല നമ്മുടെ ലക്ഷ്യം. ആവണക്കല്ല നമ്മുടെ നേട്ടം. ആവണക്കിനെ പുഴുകൊത്തിയാലും ആവണക്കിനെയും പുഴുവിനെയും നിയമിക്കുന്ന ദൈവം എന്നെ ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഇങ്ങനെ ആക്കിയതിൽ ഒരു ഉന്നത പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആവണക്കിനപ്പുറം എൻ്റെ അകക്കണ്ണുയർന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഈ പ്രഭാതത്തിൽ ഈ 1-ാം ഞായറാഴ്ചയിൽ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. ആവണക്ക് നമ്മുടെ മിക്ക ഉപവാസം എന്തിനാ? ആവണക്ക് കിട്ടാനുള്ള ഉപവാസം. ഒരാവണക്ക് പിടിച്ചു വന്നപ്പോൾ പുഴു കൊത്തിക്കൊണ്ടുപോയി. അടുത്ത ആവണക്ക് എവിടെ നിന്ന് കയറി കിട്ടുമെന്ന് പറഞ്ഞ് അടുത്ത ത്രെഡ് പിടിച്ചോണ്ടിരിക്കുക. യോനായെ ആവണക്കിൽ സന്തോഷിച്ചും ആവണക്കിന്റെ നന്മയിലും തണലിലും ഉല്ലസിച്ചിരിക്കാനല്ല, ആവണക്ക് തന്നവൻ പുഴുവിനെ കൊണ്ടത് മാറ്റാനും അറിയാം. പുഴുവിനെ കൊണ്ട് മാറ്റിയാലും നീ പഠിക്കേണ്ട പാഠം നീ പഠിച്ചില്ലെങ്കിൽ ഈ ആവണക്ക് കൊണ്ടും പുഴു കൊണ്ടും ഒരു പ്രയോജനമില്ലാതെ നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ നീ അധപ്പതനത്തിൽ കൊണ്ട് തള്ളിയിടുക. എന്താ സംഭവം? ദൈവം സങ്കടത്തിൽ മനസ്സലിവ് കാണിച്ചതും ആവണക്ക് വളർത്തിയതും ആ പിറ്റേന്ന് ആ പുഴുവിനെ കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തതും ദൈവത്തിന് എന്തോ യോനായെ പഠിപ്പിക്കാനുണ്ട്. ദൈവത്തിനൊരു പാഠം, ഒരു ടീച്ചിങ് ലെസനാണ്. ദൈവത്തിന്റെ പാഠശാലയിലെ ഒരു ബൈബിൾ കോളേജിലോ ഒരു സെമിനാരിയിലോ കിട്ടാത്ത വിലപ്പെട്ട ഒരു ലെസനാണ് ദൈവത്തിന് പഠിപ്പിക്കാനുള്ളത്. എന്താ ലെസൺ? 8-ാം വാക്യം ഒന്ന് വായിച്ചേ.
സൂര്യൻ ഉദിച്ചപ്പോൾ യാ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ഇപ്പൊ വിഷയം എന്താ? ദൈവത്തിന്റെ പാഠശാലയിലെ പാഠം എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഇതൊന്ന് കണ്ടേ. ആവണക്കാരാ കൽപ്പിച്ചത്? അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പുഴുവിനെ ആരാ കൽപ്പിച്ചത്? അത്രയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു. ആവണക്ക് പോയി, പുഴു കൊണ്ടുപോയി. പണ്ട് ആവണക്കില്ലാതെയും കുടിലിൽ നമ്മൾ ആശ്വസിച്ച് ജീവിച്ചതല്ലേ. കുഴപ്പമില്ല, ഇടയ്ക്ക് വന്ന നന്മ ഇടയ്ക്ക് കൈവിട്ടു പോയി, അതിലെന്താ കാര്യം എന്ന് പറഞ്ഞ് യോന മുന്നോട്ട് പോകണ്ട. പാഠം പഠിക്കണമെങ്കിൽ അല്പം കൂടെ കടുത്ത ശോധന വന്നാലേ. അപ്പൊ ഈ ആവണക്ക് വരുന്നതിന് മുൻപുള്ള ആ സ്റ്റേറ്റസ് കോ, ആ നിജസ്ഥിതിയിലേക്ക് തിരിച്ചു പോയായിരുന്നെങ്കിൽ യോനായ്ക്ക് പിന്നെ കാര്യം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. പണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു, ഇടയ്ക്ക് കുറച്ച് നന്മ വന്നു, അത് പോയി. ഇങ്ങനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നെങ്കിലും യോന പാഠം പഠിക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? കിഴക്കൻ കാറ്റ് പോരാഞ്ഞിട്ട് അവന്റെ തലക്കിട്ടടിക്കാൻ തന്നെ സൂര്യനെ കൽപ്പിച്ചാക്കി. സൂര്യന്റെ ഉഷ്ണം കൂടി, ദ സഫറിങ്, ദ ട്രയൽ, ദ ഇന്റൻസിറ്റി. ആവണക്ക് പോയതിൽ ഒരു വിമിഷ്ടമുണ്ട്, പക്ഷെ ആശ്വസിക്കാം. പണ്ടൊന്നും ആവണക്കില്ലായിരുന്നല്ലോ, അത് വന്നു പോയി എന്ന് ആശ്വസിച്ചാൽ പോരെ. ആശ്വസിക്കാൻ പറ്റില്ല. കിഴക്കൻ കാറ്റ് ആശ്വസിക്കാൻ പറ്റില്ല. ചൂട്, എന്ത് ഉഷ്ണം, എന്താ സൂര്യൻ തലക്കിട്ടടിക്കുക. ഗോഡ് ഈസ് ടീച്ചിങ് യു എ ലെസൺ. ഇതുവരെ ഇല്ലാത്ത ശോധനകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടോ? ഒന്നിനു പിന്നൊന്നായി. മറുപടിയില്ലാത്ത വിഷയങ്ങൾ മാത്രമല്ല, മറുപടി കിട്ടിയെന്ന് തോന്നി, മറുപടി കൈപ്പറ്റി, മറുപടി പോയി. മറുപടി പോയതായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. മറുപടി പോയതിന്റെ പിന്നാലെ വന്നതാണ് അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത്. വിഷയങ്ങൾ ഒന്ന് മാറി വിട്ടുമാറാതെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്. 2-3 ആഴ്ച മുമ്പേ ഒരു പ്രത്യേക യോഗത്തിൽ കടന്നുപോയി. ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ആൾ എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ ഫസ്റ്റ് സാധാരണ ചോദിക്കുന്ന കുടുംബമൊക്കെ എങ്ങനെ, ഇവിടെ എന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹിതനല്ല. എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു, ഇത്ര വയസ്സുണ്ട്. പുള്ളി ഒരു നിമിഷം ഇങ്ങനെ എന്നെ അടിമുടി നോക്കി. എന്തോ ഒരു നടക്കാൻ പാടില്ലാത്ത, നോട്ടമൊക്കെ കുഴപ്പമില്ല. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇത് മിക്കവാറും ചില പാരമ്പര്യ ശക്തികളാണ് ദേവദാസന്റെ പിന്നാലെ. ഇങ്ങനെ ആർക്കുമില്ലാത്ത വിഷയമുള്ളത് ഇത്ര താമസിക്കണമെങ്കിൽ ഇത് നാച്ചുറൽ അല്ല. ഇതെന്തോ ഒരു അമാനുഷികമായ ഒരു പോരാട്ടം ഇതിന്റെ പുറകിൽ. കാർഡൊക്കെ എനിക്ക് തന്നു. ഞാൻ ഇതെല്ലാം വിളിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ വിട്ടുമാറാതെ ആവണക്കും പോയി, പിന്നെ വെയിലും കാറ്റും ഇങ്ങനെ അടുപ്പിച്ച് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മൗണ്ട് ചെയ്യുമ്പോൾ, ഒന്നിനു മീതെ കയറി വരുമ്പോൾ, ഇതെന്തോ പോരാട്ടമോ പാരമ്പര്യ ശക്തിയോ ആഫ്രിക്കയിൽ ആരാണ്ട് കെട്ടിയ ശാപത്തിന്റെ പാരമ്പര്യ ശാപമാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഗതി പിടിക്കുന്നില്ലല്ലോ. എത്ര വർഷമായി ഇങ്ങനെ ഒരു വിഷയം, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത്. എന്തിനാ ഇതെല്ലാം ദൈവം കൽപ്പിച്ചത്? നിന്റെ കണ്ണൊന്ന് ഉയർത്തി നോക്ക്. ഈ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച നിന്റെ കണ്ണൊന്ന് ഉയർത്തി നോക്ക്. നിന്റെ വയറ് നിറച്ച്, നിന്റെ 3 നേരം ആഹാരം കഴിച്ച്, നിന്റെ ഭൗതിക ജീവിതം ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയല്ല നീ പാരമ്പര്യവും പള്ളിമേട വിട്ട് ഇവിടെ ഇറങ്ങിയത്. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാ. യോഹന്നാൻ 4:34 കർത്താവ് പറയുന്നത് എന്താ? എന്റെ അയച്ചവനെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നതാണ്. പൊതിച്ചോറുമായി പാഴ്സലുമായി വന്ന ശിഷ്യന്മാർക്ക് അത് പിടികിട്ടിയില്ല. അവരുടെ വിഷയം ഗുരുവിന് എവിടുന്നോ ഇതിന്റെ ഇടയിൽ പൊതി കിട്ടിയിട്ടുണ്ടെന്നാണ് അവരുടെ. ഗുരുവിന് ഇടയ്ക്ക് പൊതി കിട്ടിയതല്ല വിഷയം, പൊതിയല്ല ഗുരുവിന്റെ വിഷയം. വയറ് നിറഞ്ഞില്ലെങ്കിലും സുവിശേഷം പറയാൻ കഴിഞ്ഞോ ആ ഒറ്റപ്പെട്ട സഹോദരിയോട്? ആ കിണറ്റിനടുകെ അവശനായ യേശു വന്ന് അവിടുത്തെ മനുഷ്യത്വത്തിൽ ഇരുന്നത് ഒരു ദൂത് കൈമാറാനാ. എന്താ നമ്മുടെ പ്രശ്നം? കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇനിയും കൊയ്ത്തിന് എത്ര മാസമുണ്ട്? 4 മാസമുണ്ട്. തല ഉയർത്തി നോക്ക്, വയൽ വിളഞ്ഞിരിക്കുകയാണ്. കൊയ്ത്ത്
കൊയ്തെടുക്കാൻ വയൽ വിളഞ്ഞിരിക്കുക, പക്ഷെ തല ഉയർത്താൻ പറ്റത്തില്ല. കണ്ണിരിക്കുന്നത് വയറ്റില്ല. അടുത്ത നേരം എൻ്റെ മക്കളുടെ വിഷയം, എൻ്റെ ആ വിഷയം, എൻ്റെ അടുത്ത ആവണക്ക് എവിടാണെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലെ ലോവർ ആനിമൽസിനെ പോലെ ഈ ഭൂമിയിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ദൗത്യം മനസ്സിലാകത്തില്ല. നിന്റെ വയറ്റിപ്പഴപ്പിന് മാത്രമാണ് ആത്മീയത എന്ന് ചിന്തിച്ച് ഒരായുസ് തള്ളി നീക്കിയാൽ ജീവിതം നഷ്ടമാകും, നിത്യത നഷ്ടമാകും. ഇതിനപ്പുറം കാര്യമുണ്ട്. തല ഉയർത്തി നോക്ക്. There is something beyond this. നിന്റെ ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാധിയല്ല ആത്മീയത. വിട്ടുമാറാതെ വിഷയങ്ങൾ വരുമ്പോൾ ആത്മീയതയുടെ എന്തോ കുറവാണെന്ന് ആക്കി തീർക്കുകയല്ല ഇവിടുത്തെ എൻ്റെ ദൂത്. വിട്ടുമാറാതെ വിഷയം വരുന്നത് ഒരു വലിയ ആത്മീയ വിളിയും ദൗത്യവും നിന്റെ മേൽ കടപ്പുണ്ട്. അതിലേക്ക് ദൈവം പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. മറന്നു പോകരുത്, ആവണക്ക് യോനയുടെ ആത്മീയതയ്ക്ക് അനുസരിച്ചല്ല ദൈവം തന്നത്. ഇന്നത്തെ സിദ്ധാന്തം എന്താ? ദൈവത്തിന്റെ പ്രസാദത്തിന്റെ അടയാളമാണ് നിന്റെ കയ്യിലെ. ഇന്നത്തെ വ്യാജന്മാർ പഠിപ്പിക്കുന്നത് യുവർ ഫൈനാൻസസ് ആർ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ ജീവിതത്തിൽ എത്ര ആവണക്കുണ്ട് അത്ര ആത്മീയനാണ് നീ എന്നാണ് ഇന്നത്തെ പ്രഭാഷകർ പറയുന്നത്. നിന്റെ ജീവിതത്തിലെ ആവണക്ക് നിന്റെ ആത്മീയതയുടെ തെളിവല്ല, ദൈവത്തിന്റെ മനസ്സലിവാണ്. നിന്റെ ജീവിതത്തിലെ ആവണക്ക് കരിഞ്ഞു പോകുന്നെങ്കിൽ അത് നിന്റെ എന്തോ പാരമ്പര്യ കെട്ടല്ല. ദൈവം നിന്നെ ഉയർന്ന എന്തിലേക്കോ ഒരു ദൗത്യത്തിലേക്ക് കണ്ണുയർത്തുവാൻ പ്രേരിപ്പിക്കുക. ദൂതിലേക്ക് വരാം. 8-ാം വാക്യത്തിന്റെ അവസാന വാക്ക്, ഡെത്ത് ഇസ് ബെറ്റർ ടു മീ ദാൻ, മരിക്കുന്നതാണ്. ആവണ കിട്ടിയപ്പോൾ എന്താ ഇത്ര ഗ്ലോറിയൊക്കെ പാടിയ ആൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണം? മരിച്ചാൽ മതി. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതിയെന്നൊന്നുമല്ല, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിലരൊക്കെ പറയും എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞാൽ മടുത്തുപോയി. അല്ല, യേശുവിനെ കാണാനുള്ള പ്രത്യാശയൊന്നുമല്ല, മടുത്തുപോയി ജീവിതം കൊണ്ട്. ഇങ്ങനെ മടുത്തിരിക്കുക. ചിലരൊക്കെ പറയുന്നത് യോനായ്ക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. കാരണം 3-4 വട്ടം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എനിക്ക് ആ ദൈവശാസ്ത്ര ഡിബേറ്റിലൊക്കെ ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ദൂതെന്താ? 9-ാം വാക്യത്തിൽ ഇതെല്ലാം ക്രമം തെറ്റാതെ അടുക്കിന് നടന്നത്. ഗോഡ് ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ടു യു ആൻഡ് ടു യുവർ ഫാമിലി. നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവത്തിനൊരു സന്ദേശം കൈമാറാനുണ്ട്. 9-ാം വാക്യം, ദൈവം യോനായോട് നീ ആവണക്കു നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. നോക്കിയ ദൈവം ഒരു ലെസൺ, ഒരു ദൂത് പറയുക. എന്താ കോപിക്കുന്നത് യോന? കോപിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ വല്ല അധ്വാനിച്ച് നേടി ഉണ്ടാക്കിയതാണോ? നിന്റെ ആത്മീയത കൊണ്ട് ഞാനിത് തന്നതാണോ? ദൂത് എന്താ? 10-11 വാക്യം വായിച്ച് ഞാൻ 5 മിനിറ്റിൽ ക്ലോസ് ചെയ്യാം. 10-11 വാക്യം. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,10,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവേയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. നിന്റെ ആവണക്കിന് വേണ്ടി നീ ഇവിടെ ചുമ്മാ അത് കരയുകയാണ്. നീ അധ്വാനിക്കാത്ത ആവണക്ക് നിന്നെ ഇത്ര വേദനിപ്പിക്കുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ നരക കവാടങ്ങളെ ലക്ഷ്യമാക്കി നാശത്തിലേക്ക് ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് നശിച്ചു പോകുമ്പോൾ നിനക്ക് വിചാരമില്ലായിരിക്കും എൻ്റെ ഉള്ളു പിടയ്ക്കുന്നത് നിനവയിലെ 1,20,000 ആത്മാക്കൾക്ക് വേണ്ടിയാ. നിന്റെ വേദന വെറും ഒരു തൊട്ടാവാടിക്ക് വേണ്ടിയാ, വെറും ഒരു ആവണക്കിന് വേണ്ടിയാ. നിന്റെ വേദന ഇന്ന് കണ്ട് നാളെ പോകുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാ. അതോർത്ത് നീ വേദനിക്കുമ്പോൾ എനിക്ക് വലിയൊരു വേദന കൈമാറാനുണ്ട്. അത് നശിച്ചു പോകുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. എന്റെ സന്ദേശത്തെ ഞാൻ ഇവിടെ ഉപസംഹാരത്തിലേക്ക് വളരെ ദ്രുതഗതിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ എനിക്ക് ദൈവസഭയോട് പറയാനുള്ളത്, പുതുവർഷത്തിൽ നമ്മുടെ
സ്വാർത്ഥമായ ജീവിതത്തിന്റെ ചില ആഗ്രഹങ്ങളും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില വേദനകളും ആവണക്കിനെ കെട്ടിപ്പിടിച്ച് അതിന്റെ നഷ്ടത്തിൽ സങ്കടപ്പെട്ട് 2025 പാഴാക്കരുത്. 2025 തലപൊക്കി നോക്കുക. ഈ കോയിപ്പുറം പഞ്ചായത്തിന്റെ 17 വാർഡുകളിൽ, ഈ പത്തനംതിട്ട ജില്ലയിൽ, കേരളത്തിന്റെ 14 ജില്ലകളിൽ, ഭാരതത്തിൽ ആത്മാക്കളുണ്ട്. നിനവയിൽ 1,20,000 പേരേ ഉള്ളു. പക്ഷേ ഇന്ത്യയിൽ 143 കോടി ജനതയുണ്ട്. അതിൽ 65% പേരും ഇന്ന് സുവിശേഷത്തിന്റെ ഒരു ഭാഗം പോലും കേൾക്കാത്തവരായി, അറിയാത്തവരായി ഇരുട്ടിൽ തപ്പിത്തടയുക. ടോട്ടലി അൺറീച്ച്ഡ് ആണ് 65% ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എത്രയോ ഗ്രാമങ്ങളിൽ നിന്നും സുവിശേഷം കേൾക്കാൻ ബാക്കി നിൽക്കുക. നമ്മുടെ കൊച്ചു സഭയെ ദൈവം കണ്ടിരിക്കുന്നത് നമ്മുടെ ഭൗതിക ആവണക്കുകൾക്ക് വേണ്ടി ഒരായുസ് തള്ളി നീക്കി നഷ്ടമാക്കാൻ വേണ്ടിയല്ല. കൺകൾ ഉയർത്തി നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ, സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ച് ആ ദൈവ ഹൃദയത്തിന്റെ വേദന ഇങ്ങോട്ട് ഏറ്റെടുക്കുന്ന ഒരു വർഷമായി 2025 മാറട്ടെ. ഈ ജനുവരി മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ദൈവസഭയോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, there is a mission, there is a unfinished task. ഒരു വലിയ ദൗത്യം നമ്മുടെ മുൻപിലുണ്ട്. കൊയ്ത്ത് വിളഞ്ഞു കിടക്കുന്ന കാഴ്ച കാണുവാൻ ഇന്ന് ആരുടെ അകക്കണ്ണുകൾ കത്തും? ഭൗതികരായി, താൽക്കാലികരായി, ലൗകികരായി, ഒരു ചാണ് വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രം ഓടുന്ന വെറും മൃഗങ്ങൾക്ക് തുല്യമായ ഒരു ജീവിതം തള്ളി നീക്കാനല്ല. ആത്മിക ദർശനം ഇന്ന് പ്രകാശിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് ദൈവ മുൻപിൽ എളിമപ്പെടുമോ? യോനായോട് ദൈവത്തിന് പറയാനുള്ള ദൂത് നോക്കിയേ. നമ്മളെക്കാൾ എത്ര ദീർഘക്ഷമയുള്ള ടീച്ചറാ ദൈവം. ഇതിന്റെ ഒരു കുണിശ പോലും അധ്യാപകനാകുന്ന എനിക്ക് ദീർഘക്ഷമയില്ലെന്ന് എനിക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എത്ര ദീർഘക്ഷമയോട് പടിപടിയായി God is teaching Jonah through life experience. ജീവിതാനുഭവം എന്ന പാഠശാലയിൽ കൂടി യോനായുടെ ദർശനങ്ങളെ, കാഴ്ചപ്പാടുകളെ ദൈവം തിരുത്തി എഴുതുകയാണ്. യോന എങ്ങനെ പ്രതികരിച്ചെന്ന് ഈ പുസ്തകം പറയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രതികരണം അവിടെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ, കർത്താവേ, ഈ 2025 വെറും താൽക്കാലിക ആവണക്കിന് വേണ്ടി നെട്ടോട്ടം ഓടാൻ വേണ്ടിയല്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി ഉപവസിച്ച്, കൂട്ടായ്മ എല്ലാം ഈ ആവണക്കിനെ നിലനിർത്താനുള്ള ഒരു പത്രപ്പാട് വേണ്ട. അങ്ങനെ കുറെ വർഷം നമ്മൾ പാഴാക്കി. കുറെ വർഷങ്ങൾ നമ്മൾ ഈ ആവണക്കിനെയും ഈ താൽക്കാലിക ആശ്വാസങ്ങളെയും നേടാൻ ഓടി. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. നഷ്ടക്കച്ചവടമല്ലേ എൻ്റെ പ്രിയ ദൈവമക്കളെ? ഇങ്ങനെ എത്ര ഓടും, ഇങ്ങനെ എത്ര ജീവിതം പാഴാക്കും? നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച്, എൻ്റെ വേദന അവിടെ നിൽക്കുമ്പോൾ തന്നെ, ലോർഡ്, നിന്റെ വേദന എൻ്റെ വേദനയായി മാറട്ടെ. അവിടുത്തെ മനസ്സ് എൻ്റെ മനസ്സായി മാറട്ടെ. ദൈവത്തിന്റെ മനസ്സലിവ് എന്താ? നമ്മൾ കണ്ണടച്ചു നിൽക്കുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിന്റെ മനസ്സലിവ് ഒരു നിമിഷം ചിന്തിച്ചാലും, അനുസരണക്കേടിന്റെ പരിണിത ഫലമായി യോനായെ വെള്ളത്തിലേക്ക് എടുത്തെറിയേണ്ടി വന്നതുപോലെയല്ല. എല്ലാം പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചവൻ, കടലിനെ ശാന്തമാക്കിയവൻ മാത്രമല്ല, നമ്മൾ നശിക്കേണ്ട ഇടത്ത് ദൈവകോപത്തിന്റെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവനായി യോന ഒരു ദൃഷ്ടാന്തമായി നിൽക്കുകയാണ്. മനുഷ്യപുത്രൻ 3 രാവും പകലും ഭൂമിയുടെ ഗർത്തത്തിലായിരിക്കുമെന്ന് പറയുന്നതിന്റെ ഒരു നിഴലാണ് യോനായുടെ ജീവിതം. ദൈവം നമ്മളോടുള്ള മനസ്സലിവ് കാട്ടിയത്, പാപത്തിൽ ആണ്ടുപോയ നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവ കോപത്തിന്റെ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി നമ്മുടെ പകരക്കാരനായി അവിടുത്തെ ജീവനെ തന്നതാണ്. ഈ സുവിശേഷമാണ് ഈ ജനലക്ഷ്യങ്ങളെ പാപത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിടുവിക്കുന്നത്. ഈ സുവിശേഷവുമായി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അയക്കുവാൻ, സഹായിക്കുവാൻ, ഈ ദൈവരാജ്യ വേലയിൽ കൈത്താങ്ങലാകുവാൻ 2025 നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടക്കച്ചവടമാകും. സ്വർഗീയ പിതാവേ, ആവണക്കിന് വേണ്ടിയുള്ള ആത്മീയതയല്ല, ദൈവഹൃദയത്തിന്റെ
ഉൾവേദന ഏറ്റെടുത്ത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അങ്ങ് വിളിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മുൻപിൽ അതിന്റെ വെല്ലുവിളിയായി ഒരു സാക്ഷിയെ അങ്ങ് അയച്ചതിനായി സ്തോത്രം. ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് ഈ വർഷം ഒരു പുതുക്കത്തോടെ, സമർപ്പണത്തോടെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി, ആത്മാക്കളുടെ വിടുതലിനായി ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ. അതിനുള്ള ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ. അവിടുന്ന് ഈ വചനത്തെ അവിടുത്തെ സഭയിൽ നടപ്പിലാക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. മാനവും മഹത്വവും അങ്ങയ്ക്ക് മാത്രം. ജീവനെ തന്ന യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.